നാട്ടുകാര് അതും ഇതൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പറയാതിരിക്കും? സ്വയം ഉണ്ടാക്കി വെച്ച കടം നാട്ടുകാരായിട്ട് തീർക്കാൻ പോവല്ലേ? അതിനെപ്പറ്റിയല്ല. പിന്നെ സാവിത്രി ഒന്ന് ആലോചിച്ചു നോക്കിയേ. എനിക്കിപ്പോ ആലോചിക്കാൻ നേരമൊന്നുമില്ല. തന്നെത്താൻ എന്നെ ആലോചിച്ചാ മതി. സാവിത്രിയെ കുറിച്ചാ. എന്നെ കുറിച്ചോ? അതെ, ആ ഫയൽമാൻ ഫൽഗുണൻ സാവിത്രിയെ കണ്ടപ്പോ വല്ലാണ്ടായെന്നും അപ്പൊ സാവിത്രിയുടെ മുഖത്ത് അമ്പരപ്പ് ഉണ്ടായെന്നൊക്കെയാണ് നാട്ടുകാര് പറയണത്. ഒക്കെ സത്യ. അതിന് നാട്ടുകാർക്കെന്താ? അപ്പൊ സാവിത്രിക്ക് അയാളെ പണ്ടേ അറിയാലേ? അറിയാം. എങ്ങനെ? ഞങ്ങള് പരിചയക്കാരാ. അതല്ല എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ബന്ധം? അതെ, എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ. അത്രയ്ക്ക് അറിയാൻ മാത്രമുള്ള ബന്ധമൊന്നും അയാളായിട്ടില്ല. അപ്പൊ നാട്ടുകാര് പറയുന്നതോ? തീയില്ലാതെ എങ്ങനെ പുകയുണ്ടാകുക? അപ്പോ സ്വന്തം ഭാര്യക്കാലം വിശ്വാസം നിങ്ങൾക്ക് നാട്ടുകാരിയാണല്ലേ? കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിരുന്നു കൂട്ടിന്. ഇപ്പൊ സംശയം. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നാട് മുഴുവൻ കടമുണ്ടാക്കി ഉള്ളതെല്ലാം വിറ്റ് തൊലച്ചു. എന്തിന്? എന്റെ എല്ലാമായി അറിഞ്ഞാണ് പോലും. എനിക്കറിയാവുന്ന രാവുണ്ണി അങ്ങനെ പണ്ടം പണയത്തിനെടുത്ത് പണം കൊടുക്കുന്ന കൂട്ടത്തിലല്ല. എന്റെ ഗതികേടുണ്ട്, ഞാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചതാ. അത് ഇത്രയും വലിയ പുലിവാലാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനിയെങ്കിലും ഈ പണയം വെക്കലും കടം മേടിക്കലും ഒക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഒക്കെ ഒരു യോഗ മാഷേ. തലയിലെടുത്ത് തൂത്താ പോകൂ. നീ ഉത്തവർണ്ണന്റെ അധവർണ്ണന്റെ കഥ കേട്ടിട്ടുണ്ടോ? തൽക്കാലം ഒരു കഥ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇതുവരെ അല്ല, മൂക്കറ്റം കടത്തി മുങ്ങി നിൽക്കുന്ന നിന്നെ എങ്ങനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? രക്ഷപ്പെടുത്താൻ മാഷിക്കുന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ലെന്ന് എനിക്കറിയാം. തൽക്കാലം ആ പണയപ്പണ്ടം ഒന്ന് തിരിച്ചു കിട്ടിയാ മതി. മുതൽ കൊടുക്കാതെ എങ്ങനെ പണയപ്പണ്ടം തിരിച്ചു കിട്ടും? മാഷിന്റെ ഉറ്റ സുഹൃത്തല്ലേ രാവുണ്ണി മുതലാളി. മാഷ് വിചാരിച്ച നടക്കും, ഉറപ്പാ. ശ്രമിച്ചു നോക്കാം. ബസ്സിനാ വന്നതേ. ഓട്ടോയ്ക്ക് വെക്കോ. വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പോഴേ മീത്തിലേത്ത് തറവാടിന് ഇത്രയും ഗതികേട് വന്നു ഞാനിപ്പോഴാ അറിഞ്ഞത്. കുളിക്കാൻ പോണത് അത്ര ഗതികെട്ട കാര്യമാണെങ്കിൽ കുളിക്കണില്ല. കുളിയും ജപമൊന്നുമല്ല. പിന്നെ നിങ്ങൾ എന്നോട്ടാ പണ്ടം പണിയെടുത്ത് കാശ് കൊടുക്കാൻ തുടങ്ങിയത്? ആ പരിപാടി ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ദേ നുണ പറയരുത്. നീലാണ്ടൊരു പണ്ടം പണിയെടുത്തോട്ട് കാശ് കൊടുത്തില്ലേ? എന്റെ ഈശ്വര, അതിപ്പോ ആകാശവാണിയിലും വന്നോ? ഞാൻ നീലകണ്ഠന് ഇത്തിരി കാശ് കൊടുത്തു എന്നുള്ളത് നേരാ. അവൻ അതിന് എന്തോ സാധനം കെട്ടിപ്പൊതിഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് പൊന്നാണോ ചെമ്പാണോ എന്ന് ഞാൻ ഈ നേരം വരെ തുറന്നു നോക്കിയിട്ടില്ല. നാണമില്ലല്ലോ മനുഷ്യ ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് പൊന്നു വാങ്ങിക്കാൻ. അതവിടെ നിക്കട്ടെ. പണം കൊടുക്കുമ്പോ ഞാനും നീലാണ്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ നീ അറിഞ്ഞു എന്നാ എനിക്ക് മനസ്സിലാവാതെ. അപ്പൊ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? ഓ, അത് പത്രത്തിലും വന്നു. ഈ മനോരമക്കാരെ കൊണ്ടും മാതൃഭൂമിക്കാരെ കൊണ്ടും ഞാൻ തോറ്റു. മനോരമ മാതൃഭൂമി ഒന്നും അല്ല. ഇങ്ങനൊരു ഗണേശൻ അച്ഛമാഷ എന്നോട് പറഞ്ഞേ. അച്ചു ഇതെങ്ങനെ അറിഞ്ഞു? ഇനിയിപ്പൊ അതറിഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾ ആ സ്വർണ്ണപ്പണ്ടം വേഗം അങ്ങോട്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇനി നാറും. സ്വർണ്ണം നാറോ? സ്വർണ്ണ അല്ല നിങ്ങള്. അതല്ലേ കുളിക്കാൻ പോണേ. കുളിയും തേവരും ഒക്കെ പിന്നെ. ആദ്യം അങ്ങോട്ട് എടുത്തോട്. ഇപ്പോഴോ? ആ ഇപ്പൊ തന്നെ. അയ്യോ, നല്ല സ്വീകരണം. നീ നീലകണ്ഠന്റെ തള്ള തന്നെ. ആ ചൂല് താഴെ ഇട എന്റെ നാണി. അല്ല രാവണി മുതലാളി എന്താ പെട്ടെന്ന്? പെട്ടെന്നല്ലോ, ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നല്ലേ വന്നത്. വല്ല കുഴപ്പോ? ഞാൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? അഥവാ ആണെങ്കിൽ തന്നെ നിനക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? എന്തിനാ വന്നേന്ന് അറിയാണ്ട് ചോദിച്ചതാ. എന്തേ, രാവണി മുതലാളിക്ക് ഇവിടെ വരാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അയ്യോ, ഞങ്ങള് പാവങ്ങളല്ലേ മുതലാളി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അകത്തോട്ടിരിക്കാം. എവിടെയാ നിന്റെ മോൻ നീലകണ്ഠൻ? അയ്യോ, അവൻ മുതലാളിയെ പറ്റിച്ചോ? അതിനിത്തിരി പുളിക്കും. അവന്റെ തന്ത, അതായത് നിന്റെ ചത്തുപോയ ഭർത്താവ് നാണപ്പൻ, അയാള് വിചാരിച്ചിട്ട് എന്നെ പറ്റിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയല്ലേ ഞാഞ്ഞൂള് പോലത്തെ ഈ നീലകണ്ഠൻ. നീ അവനെ വിളിക്കേ. അവനിവിടെ ഇല്ല. എന്നെ കണ്ടിട്ട് അവൻ മുങ്ങിയില്ലേ? മുതലാളി ഇരിക്കി, ഞാൻ ചായ കൊണ്ടുവരാം. ആയിക്കോട്ടെ, നിനക്ക് മതിയാവോളം നീ സൽക്കരിച്ചോ. അവനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോണുള്ളൂ. എന്തു കൂടോത്രാണാവോ അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. നാണിയുടെ അല്ലേ മോൻ.
മുതലാളി എന്താ ഇത്? വീരൻ! എന്താ ഈ കാണിക്കുന്നത്? എന്ത് പറ്റി മനുഷ്യൻ നിങ്ങൾക്ക് വട്ടം പിടിച്ചോ? ഈ ഇത്തിരി വട്ടാണെന്ന് കരുതിക്കോ. എനിക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുക സാവിത്രി. എന്താ ഇത്ര സന്തോഷം? ജോലി വല്ലതും കിട്ടിയോ? അല്ല, ഒരു ജോലി കുറഞ്ഞിട്ടതിന്റെ സന്തോഷം. കുറഞ്ഞു കിട്ടേ? എന്ത് തന്നെ ആയാലും സ്നേഹമുള്ള ആളാ രാവുണ്ണി മുതലാളി. നീ ചായ കൊടുത്തില്ലേ? ഇല്ല. ഏ ഞാനെന്തിനാ അയാളെ സൽക്കരിക്കുന്നേ? കഷ്ടായിപ്പോയി. പണ്ടം തിരിച്ചു തരാൻ വന്നതല്ലേ മുതലാളി, ഒരു ഗ്ലാസ് ചായെങ്കിലും കൊടുക്കായിരുന്നു. പണ്ട് തിരിച്ചു തന്നോ? ആര്? അയ്യോ, അപ്പൊ അയാളത് തന്നില്ലേ? ഇല്ല, തന്നില്ല. മുതലാളി വന്നു കേട്ടപ്പോ ഞാൻ കരുതി പണ്ടം മടക്കി തന്നു. കടം വാങ്ങിയ കാശ് കൊടുക്കാതെ അയാൾ തരാൻ പോവല്ലേ? പിന്നെ അയാൾ എന്തിനാ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇനിയിപ്പോ ഞാൻ ഇല്ലാത്തതുകൊണ്ട് തരാതെ പോയതായിരിക്കോ? നേരിട്ട് ചോദിച്ചു നോക്കാം. എന്റെ പെണ്ണുമുള്ളയുടെ അരഞ്ഞാണം മുതലാളിക്ക് എന്തിനാ? അതിങ്ങ് തന്നേക്ക് രാവണ്യ മുതലാളി. അത് കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം തകരും. കാശോ തരാം മുതലാളി, അമ്മയുടെ സത്യം തരാം. സ്വയം സംസാരിക്കുന്നു. ഇവന് ചിത്തഭ്രമം പിടിപെട്ടുവോ? നീലകണ്ഠ, ഇവിടെ വരൂ. മാഷായിരുന്നു, ഞാൻ കരുതി. കോളടിച്ചല്ലോ. മുതല് കൊടുക്കാണ്ട് തന്നെ പണയപ്പണ്ടം തിരിച്ചു കിട്ടിയല്ലേ? പണയപ്പട്ടം തിരിച്ചു കിട്ടിയെന്നോ? കിട്ടിയില്ലല്ലോ മാഷേ. അത് നിന്റെ സഹധർമ്മിണി ഏൽപ്പിച്ചു എന്ന് രാവുണ്ട് എന്നോട് പറഞ്ഞല്ലോ. വെറുതെ പറഞ്ഞതാ. എനിക്ക് ആ സാധനം തന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. സത്യം ദൈവത്താണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശിരസ് പോയാലും രാവുണ്ണി എന്നോട് കളവ് പറയില്ല. പിന്നെ ഞാൻ നുണ പറഞ്ഞാണോ? നീ കള്ളനെ കഞ്ഞി വെച്ചവനാണല്ലോ. എങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. പൊട്ടിത്തെറിച്ചോ? ഇല്ല. ഇല്ലല്ലോ. ഇപ്പൊ എന്നെ വിശ്വാസമായല്ലോ. എങ്കിലാ പണയപ്പണ്ട പിന്നെ അവിടെ പോയി? എന്ത് കാണാനടി കുരുത്തം കെട്ടവളെ നിന്നിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അച്ഛാ, ഞാൻ ഓടി പുറത്ത്. അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെ നീ എന്താ ചെയ്തത്? തള്ളിയും മോളും കൂടി മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാറിങ്ങിരിക്ക. കൊല്ലടി കൊല്ല, എന്നിട്ട് കൊന്നിട്ട് പോ. സ്വന്തം വീട്ടിൽ മനുഷ്യന് ഇത്തിരി സമാധാനം തരില്ല എന്ന് വെച്ചാ ഇറങ്ങി പോടി. നിന്ന് കിണുങ്ങാണ്ട് എടി പോവാ. അമ്മേ, അച്ഛന് ഭ്രാന്തായിന്നാ തോന്നുന്നേ. എന്താ കാര്യം? അമ്മ ഞാനും കൂടെ അച്ഛനെ പേടിപ്പിച്ച് കൊല്ലാൻ പോവാത്രേ. അങ്ങനെ പറഞ്ഞോ? എന്തായാലും ഇനിയുള്ളത് അമ്മ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചാ മതി. ഞാൻ ക്ലാസ്സിൽ പോവാണേ. നിക്കണേ ഇവിടെ. നീ എവിടേക്കാ പറഞ്ഞേ? ക്ലാസ്സിലേക്ക്. എവിടേക്ക്? അതുമല്ല, മലയാളത്തിലല്ലേ അവള് പറഞ്ഞേ? ഇങ്ങനത്തെ പതിവില്ലാത്ത ഒരു മട്ടും ഭാവം. നീ മിണ്ടി പോവരുത്. ഇതിപ്പോ മോള് പറഞ്ഞത് ശരിയാണെന്നാ തോന്നുന്നു. നീ ഒരിടത്തേക്കും പോണ്ട. അച്ഛൻ എന്താ ഈ പറയണേ? എനിക്ക് പഠിക്കണ്ടേ? നിന്റെ ഒരു പഠിപ്പ്. നീ ആ അച്ചുമാഷിന്റെ മോനായിട്ട് ശൃംഗരിക്കാനല്ലേ കോളേജിൽ പോണേ? ഇന്നത്തോടെ നിന്റെ ശൃംഗാരൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. എന്താ നിങ്ങൾ പറയണേ? മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഇല്ല. അകത്ത് പോടി. അകത്ത് പോടി. ഇതെന്തൊരു നീ മുടി. എവിടേക്ക് അങ്ങോട്ട് പോണേ? ഇങ്ങോട്ട് പോടി. ഞാൻ അവിടെ പറഞ്ഞത് വല്ലതും മാഷ് കേട്ടോ? ശ്രവിച്ചു. നന്നായി. എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. അതും കൂടി മാഷങ്ങളെ ശ്രവിച്ചോ? വേണ്ട, തൽക്കാലം ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. അതെന്താണാവോ? നീലകണ്ഠന്റെ പണ്ടം. ഇങ്ങോട്ട് വന്നേ. ഇനി ഒന്ന് പറഞ്ഞേ, എന്താ മാഷിന്റെ വിഷമം? ആ നീലകണ്ഠന്റെ പതുക്കെ പറഞ്ഞാ മതി, എന്റെ ചെവിക്കൊരു കുഴപ്പമില്ല. ആ നീലകണ്ഠന്റെ സ്വർണ്ണ പണ്ടം തിരികെ കൊടുത്തു എന്നല്ലേ രാവുണ്ണി പറഞ്ഞത്? അതെ, കൊടുത്തുല്ലോ. എന്താ കൊടുക്കണ്ടേ? വേണ്ടെങ്കിൽ കൊടുക്കണില്ല. അതവന് കിട്ടിയിട്ടില്ല. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പൊ കൊടുത്തിട്ടില്ലേ? കൊടുത്തു. എന്നിട്ട് അവൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. സാരില്ല, അത് അവന്റെ പെമ്പർനോത്തിയുടെ മുണ്ടിന്റെ അടിയിൽ കാണും. മുണ്ടിന്റെ അടിയിലോ? എടോ പൊട്ടൻ മാഷേ, അവൾ ആ പണ്ടം മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയിരിക്കും. എന്നാൽ അവനത് അറിയാതിരിക്കുവോ? അറിയാതിരിക്കും. അതല്ലേ പെണ്ണുങ്ങളുടെ ഈ മിടുക്ക്. എന്നെ പിണ്ടം വെക്കാൻ നീയും വന്നു അല്ലേ? ഞാൻ വന്നതേ. വേണ്ട, തൊള്ള തുറക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, മാഷ് ഇവിടെ നിന്നാ മതി, ഞാൻ ഇങ്ങോട്ട് വരാം. മാഷേ, നിന്നെയൊക്കെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളി. ഇനി പറ, എന്താ നിന്റെ വിഷമം?
മുതലാളി എന്റെ പണ്ടം. നിന്റെ പണ്ടവും കുടലൊക്കെ നിന്റെ വയറ്റിൽ തന്നെ ഉണ്ടല്ലോ, അത് ഞാൻ പുറത്തേക്ക് എടുക്കണ. അതല്ല മുതലാളി, പിന്നെ? മാഷ് പറഞ്ഞ മുതലാളി സാവിത്രിക്ക് പണ്ടം തിരിച്ചു കൊടുത്തു. കൊടുത്തൂല്ലോ. എന്നിട്ട് അവള് പറഞ്ഞ് കിട്ടിയില്ലെന്ന്. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പൊ മുതലാളി കൊടുത്തില്ലേ? കൊടുത്തൂല്ലോ. കിട്ടിയില്ല എന്ന് പറഞ്ഞവള്. അതല്ലേ പറഞ്ഞത്, കൊടുത്താലല്ലേ കിട്ടുള്ളൂ. ഏ? രാവുണ്ണി അത് നിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നോളാം. അപ്പൊ ഞാനോ? നിന്നെ ഉറുമ്പൊന്നും കടിക്കാനില്ലല്ലോ, ഇല്ല. നീ ഇവിടെ നിക്ക്, ആ. ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഓ, ഇതിനകത്ത് പണിയില്ലേ? ഇനി മാഷക്ക് എന്താ പറയാനുള്ളേ? രാവുണ്ണി സത്യം വ്യക്തമായിട്ട് പറയൂ. ഓ. താൻ നീലകണ്ഠന് പണ്ടം മടക്കി കൊടുത്തോ? കൊടുത്തൂലോ. എന്നിട്ട് കിട്ടിയില്ലെന്ന് അവൻ പറഞ്ഞതോ? ദേ ഇപ്പൊ കിട്ടീന്ന് പറഞ്ഞല്ലോ. കിട്ടിയില്ലെന്നാ പറഞ്ഞത്. വേണ്ട, അവിടെ നിന്നാ മതി, ഞാൻ ഇങ്ങോട്ട് വരാം. രാവുണ്ണി, ഓ. താൻ കൊടുത്തു എന്ന് പറയുന്നതും നീലകണ്ഠൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതുമായ ആ പണ്ടം ഭഗവാനെ എവിടെ പോയി മറഞ്ഞു? ഭഗവാനെ എവിടെ പോയി മറിഞ്ഞു, അതാണ് എനിക്കും അറിയേണ്ടത്. എനിക്കും അതന്നെ അറിയേണ്ടത്. പോടാ, പോയി താടി പഠിക്കടാ. നീ പൊടി. മിത്തിലേത്ത് തറവാട്ടിലെ രാവുണ്ണിക്ക് നിന്റെ ഒരു പണത്തൂക്കം സ്വർണം കിട്ടിയിട്ട് വേണ്ട ഭാര്യയ്ക്കും മോൾക്കും മാല തീർക്കാൻ, അറിയോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. മുതലാളിക്ക് എന്നെ പോലെ കഷ്ടപ്പാടായ. ഇറങ്ങി പോടത്തെണ്ടി. ഇത് കേട്ടാ മാഷേ പറയണത്? മാഷല്ല പറഞ്ഞത്, നിന്നെ എന്നെ പറഞ്ഞത്. അപ്പയേ പോടി എന്തോ പോടി. നീ ഇവിടെ നിന്നാ മതി, ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. നിങ്ങൾ എന്നെ നാടകം കളിക്കാ? അതേലോ, ഈ നാടകത്തിൽ പെണ്ണുങ്ങൾക്ക് റോളില്ല. നീ അകത്ത് പോ സരോജിനി. ഇല്ല, എനിക്ക് കാര്യം എന്താണെന്നറിയണം. രണ്ടാണുങ്ങളും ആ നീലാണ്ടനും സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? കേറിപ്പൊടി അകത്ത്. ആ പെട്ട കൊള്ളും, നല്ല പെട്ട 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 പുളിവാറിലോണ്ടാട്ടി. ആ മാഷേ, ആ. പിന്നെ നീ പോയില്ലടാ. എന്റെ പണ്ടം. പൊടത്തിണ്ടി. നീലകണ്ഠൻ സംയമനം പാലിക്കുക. നമുക്ക് മറ്റു മാർഗങ്ങൾ അവലംബിക്കാം. തൽക്കാലം വിട പറയുക. മാഷേ, ആ. മനുഷ്യനെ നാറ്റിച്ചപ്പോ മാഷക്ക് സമാധാനം ഇല്ലേ? അയ്യോ രാവുണ്ണി, ഞാൻ ഇനി ഞാൻ മാഷോട് പറയണം ഇറങ്ങി പോവാൻ. വേണ്ട, ഞാൻ സ്വയം പൊക്കോളാം. ആ മാഷോടെ നിക്ക്. മാഷുടെ മോന്റെ അടുത്തൊന്ന് പറഞ്ഞേക്ക്, എന്റെ മോളുടെ നേർക്ക് നോക്കി കയ്യും കാലും കാണിച്ചിട്ടുണ്ടെങ്കിലോ അവന്റെ കയ്യും കാലും ഞാൻ വെട്ടിയിരുന്നു. ഈശ്വര. ആ പേട്ടകൊള്ളും, ചുട്ട പെട്ട പെട്ട പെട്ട. നീ എന്ത് കാണാനടി ഇവിടെ വന്ന് നിക്കണേ? അടുക്കളയിൽ പണിയൊന്നുമില്ലേ? അകത്ത് കയറി പൊടി. നത്തുമോറി. ദുഷ്യന്ത, ഇതുവരെ പറഞ്ഞ പോലൊന്നുമല്ല ഇപ്പൊ അച്ഛൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം. സുമിത്രയുമായുള്ള അടുപ്പം നീ മറക്കണം. എന്താണ് അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം? അച്ഛൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇപ്പൊ പറയുന്നു, ആ ബന്ധവും മറന്നേക്ക്. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരുത്തന്റെ മകൾ എന്റെ മകന്റെ ഭാര്യയായി പടി ചവിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അച്ഛാ, അത് അച്ഛൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ. എന്താ അനുസരിക്കാൻ ഭാവമില്ലെന്നുണ്ടോ? ഞാനും വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. ഒന്നുകിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, ഇല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും. ആ രാവുണ്ണി, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. എങ്ങോട്ടാ പോകുന്ന? എവിടെ നിൽക്കൂ. എന്റെ ഭഗവതി, ഈ പണ്ടാറക്കാലൻ എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. രാവുണ്ണി, തന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞില്ലേ പണ്ടം കൊടുത്തു കൊടുത്തു എന്ന്. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? രാവുണ്ണി, ഞാൻ പണ്ടത്തിന്റെ കാര്യം പറയാനല്ല വന്നത്. പിന്നെ നമ്മുടെ മക്കൾ, ആ ഇണപ്രാവുകൾ വിധിയുടെ കരിമ്പാറയിൽ തട്ടി എതിർ ദിശകളിലേക്ക് പറക്കാൻ അനുവദിക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ വിധിയായ കരിമ്പാറയിൽ ആര് തട്ടിന്ന്? മറ്റാരുമല്ല, തന്റെ മകളും എന്റെ മകനും. ആ യുവഹൃദയങ്ങൾ പാലും വെള്ളവും പോലെ അടുത്തു കഴിഞ്ഞു. ഇനി ഒരു ശക്തിക്ക് അവരെ വേർപിരിക്കാൻ സാധ്യമല്ല. നടു റോട്ടിൽ തടഞ്ഞു നിർത്തിയിട്ടാണോ കല്യാണക്കാര്യം പറയണേ? അതും സാഹിത്യത്തില്. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നേരവും കാലമൊക്കെ ആവുമ്പോ അത് നടക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അല്ല രാവുണ്ണി, ആ, തന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഉവ്വ്. ഭാര്യ മരിച്ചില്ലേ? ഉവ്വ്. ഇപ്പൊ താൻ ഫ്രീ ആയില്ലേ? ഉവ്വ്, താൻ ഫ്രീ ആയി. പിന്നെ ഇപ്പൊ എന്താ കാര്യം? ഇവിടെ ആരും ഇല്ലേ? ആരാ? ഞാനാ, രാവുണ്ണി മുതലാളി. മുതലാളിക്ക് എന്താ വേണ്ടേ? എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ? ഭഗവതി, ആദ്യമായിട്ട് വെള്ളം. വെള്ളം വേണ്ടേ? അയ്യോ വേണം.
എന്തൊരു മധുരം. ഈ കൈപുണ്യം കൈപുണ്യം എന്ന് പറയുന്നത് ഇതാ. പച്ചവെള്ളത്തിനും കൂടി എന്തൊരു മധുര. നിക്കു കുട്ടി. കയ്യും കഴുത്തും ഒക്കെ ഒഴിഞ്ഞു കിടക്കുക. ആ നീലാണ്ടൻ എല്ലാം വിറ്റു തൊലച്ചു അല്ലേ? അരഞ്ഞാണം കൂടി പണയം വെച്ചു അല്ലേ? അത് മുതലാളിയുടെ കയ്യിലല്ലേ? ഇപ്പോ അത് എന്റെ കയ്യിലില്ല, വീട്ടിലാ. ഭദ്രായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. സാവിത്രി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ അരഞ്ഞാണം എനിക്ക് വേണമായിരുന്നു. അയ്യോ, അതെന്തിനാ? ഇടാൻ, അല്ലാണ്ട് എന്തിനാ? മുതലാളിക്ക് എന്തിനാ എന്റെ അരഞ്ഞാണം? അതെനിക്ക് തന്നൂടെ? തരും. ഈ കണ്ടീഷനിൽ നീ എന്ത് ചോദിച്ചാലും രാവണ മുതലാളി തരും. പറ, എന്താ വേണ്ടേ? എനിക്ക് അരഞ്ഞാണം മാത്രം മതി. തരാലോ. അത് നാളെ പോരെ? മറ്റന്നാളായാലോ? സാവിത്രി, നാളെ തന്നെ തരാം. ഈശ്വര, ഉള്ളതും കൂടെ ഇല്ലാണ്ടായോ? നാളെ നേരം പരപരാന്ന് വെളുക്കുമ്പോഴേക്കും നീലാണ്ടനെ അയച്ചോളൂ. നിന്റെ അരഞ്ഞാണം ഈ രാവുണ്ണി മുതലാളി കൊടുത്തിരിക്കും. മുതലാളി പേടിച്ചു പോയാ? ഇത് ഞാനാ, നീലാണ്ടൻ. താൻ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാറിങ്ങിരിക്കുക. സാവിത്രി പറഞ്ഞിട്ടാ. പേടിപ്പിച്ച് കൊല്ലാനാ? അല്ല, മുതലാളിയെ വന്നിട്ട് അരഞ്ഞാണം ചോദിക്കാൻ. ഇവിടെ വെച്ച് ആ വാക്ക് മിണ്ടിപ്പോരുത്. എന്തോന്ന് അരഞ്ഞാണോന്നാ? മിണ്ടാണ്ട് എങ്ങനെയാണ് അരഞ്ഞാണം കിട്ടുന്നത്? പറ. നീ എന്താ എന്നോട് കളിക്ക? നീ കുറെ നാളായില്ല തുടങ്ങിയിട്ട്. നിന്നെ ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യൻ എന്ത് വൃത്തികേടായി കാണിക്കുന്നേ, അതും പട്ടാ പകല്. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മുതലാളി എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചത്? ഇറങ്ങി പോടാ വൃത്തിയിട്ടവനെ. ഞാൻ പോകാം. അരഞ്ഞാണം വടക്കേ പറമ്പി വന്നു. അവിടെ കുളിച്ചിട്ടിരിക്കുക. അല്ല, എന്നെ കുഴിച്ചിട്ടാ അങ്ങോട്ട് പോടാ. കാശൊക്കെ തരാ. ആദ്യം അരഞ്ഞാണം താ. തരാൻ മനസ്സില്ലെങ്കിലോ നീ എന്ത് ചെയ്യും? ഞാൻ സരോജ് ചേച്ചിയോട് എല്ലാം തുറന്നു പറയും. എന്നാ പോയി ചെന്ന് പറ. ഇന്ന് സാധനം കൊണ്ട് ചെന്നില്ലെങ്കിൽ അവൾ എന്നെ തല്ലിക്കൊല്ലും. എന്നാ അതാണ് നിനക്കും എനിക്ക് നല്ലത്. നീ എന്തടാ നീലകണ്ഠ എന്റെ സങ്കടം കാണാത്തെ? മുതലാളി എന്റെ സങ്കടം കാണാത്തോണ്ട്. എങ്കി പറ, എന്താ നിന്റെ സങ്കടം? ആ അരഞ്ഞാണോണ് എന്റെ സങ്കടം. അത് തന്നെയാണ് എന്റെ സങ്കടം. എങ്കിൽ പിന്നെ ആ സങ്കടം ഇങ്ങ് താ. അപ്പൊ നിനക്ക് അറിഞ്ഞാണം വേണ്ടേ? ആ അരഞ്ഞാണം തന്നെ എന്റെ സങ്കടം ഒന്ന് അത് തന്നെയാണ് എന്റെ സങ്കടം. ദേ, ഇതൊക്കെ പോട്ടെ. എന്റെ സങ്കടം പണ്ടാറങ്ങാൻ അവിടെ നിൽക്കട്ടെ, നിന്റെ സങ്കടം അവിടെ നിൽക്കട്ടെ. ഇതുപോലെ ഒരു അരഞ്ഞാണം മേടിക്കാൻ ഞാൻ കാശ് നിനക്ക് തരാം. നീ കാശ് പിടിക്ക്. സാവത്തിനോട് ഒന്ന് ചോദിച്ചില്ലെങ്കിൽ അവൾക്ക് സങ്കടാവൂലേ? ഓ, അരഞ്ഞാണോ സങ്കടം കൂടി നീ കൂട്ടിക്കൊഴക്കല്ലേ. അരഞ്ഞാണം വേറെ, സങ്കടം വേറെ. പിടിച്ചേ. എന്നാലും സാവത്രിക്ക് പിടി പോരെ. ഇത്രയും കാശ് ഒരുമിച്ച് കണ്ട കാലം മറന്നു.